എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അടുത്ത ആഴ്ചയിലേക്ക് അല്ലെങ്കിൽ വരും ദിവസങ്ങളിലേക്ക് കയറാൻ സാധ്യതയുള്ള ഒരു ഷെയറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 235 രൂപയാണ് ഇപ്പോൾ അതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ്. ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് എന്നാണ് ആ ഷെയറിൻ്റെ പേര്. നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ സ്റ്റഡി മാത്രമാണ് ഇപ്പോൾ നോക്കുന്നത്, ഫണ്ടമെൻ്റൽ നമ്മൾ നോക്കുന്നില്ല. ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് 235 രൂപ കറൻറ്റ് മാർക്കറ്റ് റേറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ. വീക്കിലി ചാർട്ട് വ്യൂവിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുമോ? നമുക്ക് ഈ ചാർട്ടിൻ്റെ കുറച്ച് ഒരു 4 വർഷത്തെ ഒരു ചാർട്ട് പാറ്റേൺ എടുത്തിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടേക്ക് വരാം. ചാർട്ട് പാറ്റേൺ 4 വർഷത്തെ ചാർട്ട് പാറ്റേൺ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായത് അതിവിടെ കയറിപ്പോയിട്ട് ഈ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് മാറി. കണ്ട അവിടെ കുറച്ച് നാൾ കൺസോളിഡേഷൻ ചെയ്തു. അതിനുശേഷം ആ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നേരെ കയറിപ്പോയത്. അതിനുശേഷം ഏകദേശം ഈ റേഞ്ച് വരെ അത് ട്രേഡ് ചെയ്തു. ഏകദേശം 240 വരെ ട്രേഡ് ചെയ്തു. വീണ്ടും അത് താഴ്ന്നു. ആ താഴ്ന്നത് എന്ന് വെച്ചാൽ നമുക്ക് എവിടം വരെ താഴ്ന്നു? കണ്ടാ ഈ റേഞ്ച് വരെ താഴ്ന്നു. ഈ റേഞ്ച് എന്ന് പറയുന്നത് അതാണ് നമ്മൾ പറയുന്നത് ടെക്നിക്കൽ സ്റ്റഡി എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഇതിൻ്റെ ഹൈ ഇതിൻ്റെ ഇവിടം വരെയാണ് താഴ്ന്നത്. അതായത് ഇതിൻ്റെ ഈ ഹൈ ഇവിടെ സപ്പോർട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ റേഞ്ച് ഇവിടെ സപ്പോർട്ടായിട്ട് മാറി. ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഈ ലൈൻ നമുക്കൊരു ലൈൻ വരച്ചു കൊടുത്താൽ കൃത്യമായിട്ട് മനസ്സിലാവും. അത് ഇവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ടായിട്ട് മാറി. ഈ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവിടത്തെ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് മാറി. മനസ്സിലായ ലോങ് പീരീഡ് ഓഫ് ടൈം ഇവിടെ കുറച്ച് നാൾ ട്രേഡ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഈ സപ്പോർട്ടിൽ കുറച്ച് നാൾ ട്രേഡ് ചെയ്തു. വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് വീണ്ടും കയറിപ്പോയിട്ട് വീണ്ടും നമ്മൾ എന്താണ് കാണുന്നത്? ഇവിടം വരെ കയറി. ഇവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ച് വീണ്ടും നടന്നു. കുറച്ച് നാൾ, അതായത് ഏകദേശം 2023 തൊട്ട് ആഗസ്റ്റ് ഒരു 6 മാസത്തോളം ഇവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ച് ഉണ്ട്. വീക്കിലി ചാർട്ടാണ് പറയുന്നത്. ഇവിടെ ഈ റേഞ്ചിനുള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു നമുക്കൊരു ബോക്സിൽ ആ കൺസോളിഡേഷൻ റേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു ബോക്സിൻ്റെ ഉള്ളിലാക്കി ഇതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വിത്ത് നല്ലൊരു ക്യാൻഡിലോട് റേറ്റ് ചെയ്ത് പോയി പ്രീവിയസ് ഹൈ വരെ, നമ്മൾ ഈ പറഞ്ഞ ഈ ഹൈ വരെ ഇത് വീണ്ടും പോയി ഏകദേശം 245 വരെ. അതിനുശേഷം ഈ ഹൈ ഒന്ന് നല്ല രീതിയിൽ കയറാനായിട്ട് സാധിച്ചില്ല. ഈ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വന്നെങ്കിൽ കൂടിയും അത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അത് കഴിയാത്ത കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ 180 നിന്നാണ് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ 250 വരെ കഴിഞ്ഞത്. 180 നിന്ന് 250 വരെ ഷോർട്ട് പീരീഡിൽ കയറി. 180 നിന്ന് 270 പോയിന്റ് ഇത് കയറിയത്, പെട്ടെന്ന് കയറിയത്. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ നിൽക്കാഞ്ഞത് അവിടെ. അതിനുശേഷം വീണ്ടും അത് താഴ്ന്നു. വീണ്ടും താഴുന്നത് എന്ന് വെച്ചാൽ എവിടം വരെ താഴ്ന്നു? അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് നീട്ടി വരച്ചാൽ എവിടം വരെ താഴ്ന്നു എന്നുള്ളതിൻ്റെ ആ ഭംഗി മനസ്സിലാവണ്ട. ഈ ബോക്സ് നമ്മൾ നീട്ടി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഇത് നല്ല റെസിസ്റ്റൻസ് ആയിരുന്നു. ഗ്രീൻ ക്യാൻഡിൽ വന്നു. ആ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് എടുത്തു. ഇവിടെ സപ്പോർട്ടായിട്ട് മാറിയത്. അതിനുശേഷം വീണ്ടും കയറി ഇവിടെ വന്ന് നിൽക്കുകയാണിത്. അപ്പോൾ ഇവിടെ ഒരു പോസിങ് ഇത് ചെയ്ത് നിൽക്കുകയാണ്. അതായത് ഈ റേഞ്ചിനുള്ളിൽ ഇവിടെ ഈ റേഞ്ച് ഉണ്ടല്ലോ, നമ്മൾ ഈ റേഞ്ചിനുള്ളിൽ ഇത് പോസ് ചെയ്ത് നിൽക്കുകയാണിത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി 2-3 ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം അതെന്തൊക്കെയാണ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. മേ ബി നമുക്ക് ഇവിടെ ഒരു നല്ല റെസിസ്റ്റൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ നല്ല റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ വീക്കിലി ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ നല്ലതായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബൈ എൻട്രി പോസിബിൾ ആണ്. അത് ഒന്നാമത്തെ സിനാറിയോ, ഒന്നാമത്തെ കണ്ടീഷനാണത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ റേഞ്ചിൽ, അതായത് 210 റേഞ്ചിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം ആ റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഒരു കൺസോളിഡേഷൻ വന്ന ഏരിയ ഈ റേഞ്ച് കൺസോളിഡേഷൻ കുറച്ച് നാൾ അതുകൂടാതെ ആ റേഞ്ചിന് വേറൊരു പ്രോബ്ലംസ് ഉണ്ട്. ഈ റേഞ്ച് നമ്മൾ ഈ ലൈൻ ഉണ്ടല്ലോ, നമുക്കത് ബാക്കിലേക്ക് ഒന്ന് നീട്ടി വരച്ച് നോക്കാം.
ഓക്കെ, നമ്മൾ ബാക്കിലേക്ക് നീട്ടി വരച്ചു. അപ്പോൾ ബാക്കിലേക്ക് നീട്ടി വരച്ചപ്പോൾ എന്താണ് കാണുന്നത്? ഇവിടെ ഇതൊരു സപ്പോർട്ടായിട്ട് മാറി. കണ്ട, ഇതിന് താഴെ ഈ ലൈന് താഴെ ഇവിടെ വന്നിട്ടില്ല. അതുകൂടാതെ ഇവിടെ ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു. കണ്ട, ഇവിടെ സ്മോൾ പീരീഡ് ഓഫ് ടൈമിൽ റെസിസ്റ്റൻസ് ആയിരുന്നു. അതൊരു 6 ക്യാൻഡിലോളം ഇവിടെ നിന്നിട്ട് കയറിപ്പോയത്. അതുകൂടാതെ ഇവിടെ കണ്ട, ഇവിടെ ഈ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 4 ക്യാൻഡിലോളം ഇവിടെ ഒരു കൺസോളിഡേഷൻ നടന്ന സ്ഥലമാണ്. അതുകൂടാതെ ഇവിടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ കുറച്ച് നാൾ തത്തി കളിച്ചു. ഇത് വീണ്ടും കയറാം, അവിടെ നിന്നാണ് ഫാൾ ചെയ്തത്. അപ്പോൾ ഈ റേഞ്ച് എന്ന് പറയും, ഈ 210 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ടായിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യാനായിട്ട് സാധ്യത. അതായത് നമ്മൾ ഈ പറയുന്ന ഈ മെയിൻ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സപ്പോർട്ട് പോയിന്റ് ഇവിടെയാണുള്ളത്. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഈ ലൈൻസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. അടുത്തത് നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനിന് മുകളിൽ ഒരു ക്ലോസിങ് കിട്ടിയാൽ നമുക്കൊരു ബൈ കണ്ടീഷൻസ് കിട്ടും. അതുകൂടാതെ ഇവിടെ താഴെയും നമുക്കൊരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. ഇവിടെ ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ അത് മിസ്റ്റേക്ക് ആവാതിരിക്കാനായിട്ട് നമുക്ക് ഈ 2 ലൈൻസും ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇത് രണ്ടും ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളൊരു ബൈ കണ്ടീഷൻ, ഏത് ബൈ കണ്ടീഷൻ എടുത്താലും നമുക്ക് ഈ 210 നമുക്ക് നല്ലൊരു സപ്പോർട്ടുള്ളത്. അപ്പോൾ 210 തന്നെ ആയിരിക്കണം നമ്മളൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഇടുന്നത്. കാരണം ഇവിടെയാണ് നമ്മളൊരു SL വെക്കേണ്ട ഒരു ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ ഈ ഒരു 260 വരെ ടാർഗറ്റ് ഇമ്മീഡിയറ്റ് കിട്ടാം. പക്ഷേ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അവിടെ ചിലപ്പോൾ സ്റ്റക്ക് ആവാം. ഇവിടെ നിന്ന് നമുക്കൊരു ബൈ എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ സ്റ്റക്കായിട്ട് ചിലപ്പോൾ റിട്ടേൺ വരാം, എന്നിട്ട് വീണ്ടും കയറാം. അല്ലെങ്കിൽ ഇവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ച് കൺസോളിഡേറ്റ് ചെയ്തിട്ട് വീണ്ടും കയറി പോകാനായിട്ട് സാധ്യത. ഈ കണ്ടീഷൻസാണ് ഇതിലുള്ളത്. ഇത് രണ്ടാമത്തെ സിനാരിയോ എന്ന് വെച്ചാൽ ഈ ട്രെൻഡ് ലൈന് മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ, ഈ ട്രെൻഡ് ലൈൻ ഇവിടെ ഒരു ഗ്രീൻ ലൈൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രിയും 260 വരെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് കിട്ടും. പക്ഷേ അവിടെ എത്തുമ്പോൾ ഒന്ന് സ്റ്റക്ക് ആവാൻ സാധ്യത. അതായത് പോസ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒന്ന് റീടെസ്റ്റ് അടിക്കും. റീടെസ്റ്റ് ചിലപ്പോൾ 230 വരെ വരാനും സാധ്യതയുണ്ട്. ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ പ്രോബബിലിറ്റിയാണ്, ഉറപ്പൊന്നുമില്ല ഇതിന്. ആസ് പെർ ദ ചാർട്ട് വെച്ചിട്ട് നമ്മൾ ഒരു നിഗമനത്തിലെത്തുകയാണ് ഇതിലൊക്കെ. പക്ഷേ ഈ നമ്മൾ 255 മുകളിൽ ഒരു വീക്കിലി ക്യാൻഡിൽ ക്ലോസിങ് ആകുകയാണെങ്കിൽ നല്ല രീതിയിൽ കയറാനായിട്ട് സാധിക്കും. ഈ സെക്കൻഡ് കണ്ടീഷനിലും അത് 250 മുകളിൽ ക്ലോസിങ് കിട്ടിയാലും നമുക്ക് നല്ലൊരു അപ്സൈഡിൽ ഒരു പെട്ടെന്നുള്ള മൂവ്മെൻറ്റ്, ഒരു കുതിച്ചുചാട്ടത്തിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കതിന് മന്ത്ലി ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് വേണ്ട. മന്ത്ലി ചാർട്ട് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു മെയിൻ റെസിസ്റ്റൻസ് പോയിൻ്റാണ്. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ ഇതൊരു വാച്ച് ചെയ്യുക, നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇടുക. അപ്പോൾ ഇത് ആദ്യം ഇത് പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് കാണരുത്. ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ മാത്രമാണ്. ഒരു എൻട്രി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.